അങ്ങനെ നമ്മുടെ ഡേ 2 ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ പോകുന്നത് നേരെ പഞ്ചിമിലേക്കാണ്. അവിടെ നമ്മൾ നേരെ നോർത്ത് ഗോവയിലേക്കാണ്. ഇന്നലെ നമ്മൾ താമസിച്ചത് സൗത്ത് ഗോവയിലാണ്. അങ്ങനെ ഗോവയുടെ അടുത്ത ദിവസം, രണ്ടാമത്തെ ദിവസം നമ്മൾ നോർത്ത് ഗോവയിലേക്ക് പോവാണ്, പഞ്ചിമിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്നത് നമ്മൾ ഇവിടുത്തെ ലോക്കൽ ബസ്സിലാണ്. ഈ ഒരു ബസ്സിലാണ് പോകുന്നത്. ഏകദേശം 45 രൂപയാണ് ഇവിടെ നിന്നുള്ള യാത്രാ ചെലവ്. ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ നിറച്ചും തെങ്ങും തോപ്പുകളാണ്. അത്യാവശ്യം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗോവയിലെ ബസ് തരുന്നത്. ബസ് അത്യാവശ്യം നൈസാണ്, കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ ഗോവയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ ഈ സാറിനെ പരിചയപ്പെട്ടു. അത്യാവശ്യം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട്, കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റി. പിന്നാണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മളുടെ കേരളത്തിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ തെങ്ങുകളും കാര്യങ്ങളും. അത്യാവശ്യം ഈ പോകുന്ന ബ്രിഡ്ജ് കാണുന്നതാണ് ഗോവൻ മെഡിക്കൽ കോളേജ്. ഗോവയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജും വലിയ ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണ് ഈ നമ്മൾ ഈ കാണുന്ന ഗേറ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി നേഴ്സുമാരും ഡോക്ടർമാരും പഠിക്കുന്നുണ്ട്. ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ ഗോവയിൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ബാംബലിമിലുള്ള ഈ മെഡിക്കൽ കോളേജാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും പഴയതും അടിപൊളിയുള്ള കോളേജാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ചായ കുടിക്കാനായിട്ട് ഈ ചായക്കടയിലെത്തി. അത്യാവശ്യം നല്ല ചായയാണ്, 10 രൂപയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഉള്ളത് നേരെ പഞ്ചി ബസ് സ്റ്റേഷനിലാണ്. ഇവിടുന്ന് അടുത്ത ബസ്സോ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂട്ടറോ എടുക്കാം, നോക്കാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്ഥലമായ മൊപ്സയിലേക്ക് പോവുകയാണ്. പഞ്ചിമിൽ നമ്മൾ ബസ്സിലെത്തിയപ്പം അടുത്ത സ്ഥലത്തെ മൊപ്സ, അവിടുന്ന് അത് വകാട്ടൂറിലേക്ക് എത്താനായിട്ട് 20 രൂപ മാത്രം മതി. 20 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊപ്സയിലേക്ക് പോകാം. മൊപ്സയിൽ നിന്ന് അവിടുന്ന് വകാട്ടൂറിലേക്ക് പോകാൻ ഏകദേശം 10 രൂപ 20 രൂപ ആവത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ബസ്സിലാണ്, ഒരു പാട്ടൊക്കെ ഉള്ള ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ മൊപ്സി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് വാഗാട്ടൂറിലേക്ക് പോകണം. വാഗാട്ടൂറിലേക്ക് എങ്ങനെ പോകും നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. നമ്മുടെ നാട്ടിലെ KSRTC പോലത്തെ ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിവിടുത്തെ KSRTC ബസ്സാട്ടോ. നമ്മുടെ നാട്ടിലെ KSRTC ബസ്, ഇവരുടെ നാട്ടിലെ KSRTC ബസ് എങ്ങനെയാണ് നോക്കണം ഗൈസ്. ഇതിവിടുത്തെ ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വാഗാട്ടൂറിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ റൂം എടുത്തേക്കുന്നത്. നമുക്ക് ചോദിച്ചോക്കെ ഇവിടെ ഇങ്ങേരോട്. വന്നേക്കുന്നത് ഇതൊരു സെൻറ്റ് ജോസഫ് ചാപ്പൽ എന്ന് പറയുന്നൊരു ചർച്ചാണ്. CSIക്കാരുടെ ആണെന്ന് എനിക്ക് അല്ല, കത്തോലിക്കക്കാരുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. സെൻറ്റ് ജോസഫ് ചാപ്പൽ അത്യാവശ്യം അടിപൊളിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്, വാഗാട്ടൂറിലേക്ക് പോകുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെന്നുള്ളത്. അങ്ങനെ ഞാൻ സ്റ്റേയിലെത്തിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് കാണാൻ പോകുന്നത് ചപ്പോര ഫോർട്ട് എന്ന് പറഞ്ഞ ഫോർട്ടാണ്. ഇവിടുത്തെ പേരുകളൊന്നും വായിക്കൊള്ളാത്ത പേരുകളാണ്. ഞാൻ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് നമുക്ക് മഴ പെയ്തിരിക്കുകയാണ്, മഴയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് നേരം നിൽക്കാനായിട്ടുള്ള സ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2 ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കീഴിലാണ് കുറച്ച് നേരം നിൽക്കുന്നത്. മഴ കുറഞ്ഞു എന്നാൽ പോയേക്കാം. മഴ കുറഞ്ഞിട്ടുണ്ട് ഗൈസ്, പോയേക്കാം. നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലമായ ചപ്പോര ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കയറുന്ന വഴിയാണ് ചപ്പോര ഫോർട്ടിലേക്ക്. അങ്ങ് ദൂരെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. താങ്ക് യു. താങ്ക് യു. കണ്ടോ, ചപ്പോര ബീച്ചിലേക്ക് ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒത്തിരി ഫോറിനേഴ്സിൻ്റെയും കാര്യങ്ങളെ കാണുന്നുണ്ട്. മഴ ചാറുന്നുണ്ട്. कोई दिक्कत नहीं, താങ്ക് യു. അങ്ങനെ നമ്മൾ 120 സ്റ്റെപ്പ് മണ്ടയ്ക്കോട്ട് കയറാനായിട്ടാണ് പോകുന്നത്. ഏകദേശം 120 സ്റ്റെപ്സ് ഉണ്ട് മേളിലോട്ട് കയറാനായിട്ട്. അവിടെ പോയാൽ നല്ല വ്യൂ ആണ്. ഇവരെ നമുക്ക് തോൽപ്പിക്കാം. ഇവിടെ കയറുന്നതിന് അത്യാവശ്യം പൈസ ഒന്നുമില്ല. നമുക്ക് നോക്കാം. വൺ ഓഫ് ദ ഫേമസ് പ്ലേസ് ഇൻ ഗോവ, നോർത്ത് ഗോവ ആണ് ഈ സ്ഥലം. നമുക്ക് നോക്കാം സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം. നമ്മളങ്ങനെ കയറുന്ന വഴിക്ക് മലയാളികളെ കണ്ടു.
അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന സ്ഥലം കേട്ടോ. നേരെ ആ പുറകെ കാണുന്ന പറഞ്ഞാൽ നല്ല ആ ബീച്ചിൽ ഓളം അടിക്കുന്നു, അത് മഴ ഇങ്ങനെ ചാറുന്നു. അത്യാവശ്യം നല്ല ഒരു വ്യൂവിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം വൈബുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഇങ്ങ് മേളിൽ പോയാൽ എങ്ങനെയാണെന്ന് വന്ന് അറിയാത്ത സ്ഥലമാണെങ്കിൽ പോലും ഇത് മേളിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വൈബ്, കിടുക്കൻ തിരകൾ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ പറ്റും. അത്യാവശ്യം ഗോവ മൊത്തം ഇനി മേളിലോട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഫോർട്ടിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. അത്യാവശ്യം നൈസ് വ്യൂ ആണ്, ഭയങ്കര പൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് ഫോർട്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതാണ് എന്നാൽ പോലും, പക്ഷേ ഇവിടെ നിൽക്കാൻ നേരം ഒരു കാറ്റും ഭയങ്കര വൈബ് പിടിച്ചൊരു സ്ഥലം. കൊള്ളാം. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷന് ഒട്ടും ഇത് വന്നിട്ടില്ല, പൊളി സ്ഥലം. അങ്ങനെ അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിതേ അടുത്തതാണ്ട് ആ ഒരു സാധനം എന്താ നോക്കാൻ പോവാണ്. അവിടെ ഒരു പ്രതിമ പോലെ അതെന്തായിരിക്കും നിങ്ങൾക്കറിയണോ? നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല നൈസ് വ്യൂ ആണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ്, അടിപൊളി സാധനമാണ്, നാടൻ സ്റ്റൈലിൽ. ഇങ്ങനെ 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് നമ്മുടെ എൻ്റയർ ഗോവനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ചപ്പോര ബീച്ചിൻ്റെ ഒരു ഗുണമാണ് 360 ഡിഗ്രിയിൽ എൻ്റയർ ഗോവനെ കാണാൻ പറ്റും. പാതി സൈഡെന്ന് പറയുന്നത് കടലും ബാക്കി പാതി എന്ന് പറയുന്നത് കരയുമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫ്രീ ആണ്, നടക്കണം കുറച്ച്, പക്ഷേ എന്നാലും അടിപൊളി എക്സ്പീരിയൻസ്, വർത്ത് ഇറ്റ്. നമ്മളങ്ങനെ അടിപൊളിയായിട്ടുള്ള ഈ ചപ്പോര ബീച്ചിൽ നിന്ന് അടുത്ത ഈ ഫോർട്ടിൽ നിന്ന് അങ്ങനെ നമ്മൾ ചപ്പോര ഫോർട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കൊരു അറിവില്ല. എന്തായാലും നമ്മൾ പോവുകയാണ്. അടുത്തത് ഏതെങ്കിലും ബീച്ച് നമുക്ക് പോവാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. അങ്ങനെ എന്താ ട്രൈ ചെയ്യാൻ പറ്റുക എന്നുള്ള നോക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. ഒന്നും ഉറപ്പില്ല, എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നോ എങ്ങനെ പോകാൻ പറ്റുമെന്നോ ഒന്നും ഒരു ഇതില്ല. നമുക്ക് പോയി നോക്കാം. നമുക്ക് അങ്ങനെ ഇന്നത്തെ ഫുഡ് നമുക്ക് ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ താലിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം താലിക്കകത്ത് ഇത്രയും ഒരു ബോൾ നിറച്ച് ചോറുണ്ട്, പിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാലഡ് ഉണ്ട്, പിന്നാണെന്നുണ്ടെങ്കിൽ മീനാണോ എന്തുവാന്ന് അറിയത്തില്ല, മീനാണ്. മീനും അതിൻ്റെ മണ്ടയ്ക്ക് എന്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് സ്പൈസിയാണ്. മീൻചാറ് അത്യാവശ്യം കുഴപ്പമില്ല. മീൻചാറ് എന്തോ സാധനം, തോരനാന്ന് തോന്നുന്നു. ഉണക്കമീൻ തോരന്. ദാലേക്കാ അപ്പോൾ നമുക്ക് പരിപ്പും ചോദിച്ചിട്ടുണ്ട്, പരിപ്പും കൊണ്ടുത്തരും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫുഡ് നോക്കാം. കൊള്ളാം, ചോറും മീൻകറിയും കൂടെ നൈസാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു മീനും കൂടെ വെച്ച് ഉണക്കമീൻ്റെ സാധനവും ധന്യവാദ. ഇതും കൂടെ നമുക്ക് നോക്കാം. നല്ല ചൂട് പരിപ്പ്, അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ല ചൂട് പറക്കുന്ന ഇതാണ്, പരിപ്പും കാര്യങ്ങളൊക്കെയാണ്. മീനും കൊള്ളാം. വേറൊരു കറികളുണ്ടായിരുന്നു,
മീൻ മുട്ടയാണ് കേട്ടോ. മൊത്തം ഫിഷ്. ഗോവൻ താലി ഇപ്പോഴും ഭയങ്കര ഫേമസ് ആണ്. പൊളി, ഒന്നും പറയാനില്ല ബൈബിൾ. നമ്മളങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങിയതേ അടുത്ത ബീച്ചിലേക്ക് നടക്കുകയാണ്. ഈ ബീച്ചിൻ്റെ പേരാണ് വഗേട്ടർ ബീച്ച്. സോറി വഗേട്ടർ അല്ല, വാഗാട്ടൂർ ബീച്ച്. ഇത് അത്യാവശ്യം നല്ല ബീച്ചാണെന്നാണ് പറഞ്ഞത്. നമ്മൾ മേളിൽ നിന്ന് കണ്ട ബീച്ചാണ്. അവിടുന്ന് നമുക്ക് ബാഗാ ബീച്ചിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് നോക്കാം. നമുക്കെന്തായാലും നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം. ഈ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പബ്ബുകളും ബാറുകളും ഒക്കെ, ടാറ്റൂ സ്റ്റുഡിയോകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കൊള്ളാം. നമ്മളീ പോകുന്ന വഴിക്ക് ഓരോ കടകളും ഇങ്ങനെ കാര്യങ്ങളും കാണാം. അത്യാവശ്യം അടിപൊളി ഡ്രസ്സുകളും കാര്യങ്ങളും ഷോപ്പിങ്ങിന് വേണ്ടിയുള്ളതും കാര്യങ്ങളൊക്കെ കാണാം. ഫ്ലിപ്പ് ഫ്ലോപ്സും കാര്യങ്ങളും അത്യാവശ്യം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല കത്തി റേറ്റിംഗുമാണ് എന്നാണ് തോന്നുന്നത്. ചോദിക്കാം. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നമുക്കിങ്ങനെ പൈസ ഒക്കെ ചോദിച്ചൊക്കെ പോവാം. അത്യാവശ്യം കാര്യങ്ങളും ഇത് കാള പോകുന്നു, കാര്യങ്ങൾ അത്യാവശ്യം സാധനങ്ങളും അടിപൊളിയാണ് മൊത്തത്തിൽ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ബാർ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ. ഒത്തിരി ബാറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരു ബാറാണ്. പിന്നെ ബാറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും ഒത്തിരി അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം കുറച്ചുകൂടെ ഇതായിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ള സെറ്റപ്പുള്ള ബാറാണ്. കൊള്ളാം. ഇതിൽ നമ്മൾ നേരെ പോയാൽ നേരെ വഗേട്ടർ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത്. റിയൽ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ഇവിടുത്തെ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. ആ ചേച്ചിയുടെ ഡ്രസ്സിങ് അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ കഴിച്ച ഫുഡ് അത്യാവശ്യം അടിപൊളി ഫുഡായിരുന്നു. അതിന് 150 രൂപ മാത്രമേ ആയുള്ളൂ. അടിപൊളി ഫുഡെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. മീൻ വറുത്തതും മീൻ കറിയുടെ ചാറും പരിപ്പും കാര്യങ്ങളും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു, സെറ്റപ്പായിരുന്നു. നമ്മളങ്ങനെ അടുത്ത സ്ഥലമായ വാഗാട്ടൂർ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് വാഗാട്ടൂർ ബീച്ച്. അത്യാവശ്യം ക്രൗഡഡാണെന്ന് വെച്ചാൽ ക്രൗഡഡാണ്, പക്ഷെ കുറച്ച് മാത്രമേ ഉള്ളൂ ക്രൗഡഡ്. ആ മേളിൽ നിന്ന് കാണുന്ന വ്യൂ മൊത്തം ഇവിടെ നിന്നാണ് സംഭവം വരുന്നത്. അടിപൊളി സ്ഥലമാണ്, കൊള്ളാം, വൈബ് സ്ഥലമാണ്. ആണെന്നുണ്ട് ഇവിടെ നല്ല അത്യാവശ്യം ഇന്നലത്തെ പോലൊന്നും അല്ല. ഇന്ന് ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ബീച്ചുകളെ. നോർത്ത് ഗോവയിൽ കൂടുതലുള്ളത് ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ബീച്ചുകളാണ്. ഇറങ്ങാനൊന്നും പറ്റത്തില്ലാത്ത ബീച്ചുകളാണ്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. മുട്ടറ്റം വരെ പോകാൻ പറ്റത്തുള്ളൂ ഇവിടെയൊക്കെ. കൊള്ളാം, അടിപൊളി. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാഗത്തൂർ ബീച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങി ശേഷം നമ്മൾ വഴി വെച്ച് നമ്മൾ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. ആരൊക്കെ വന്ന് നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? ഇതാണ് ഹിമാൻഷു ബ്രോ. മച്ചാനാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ ജയ്പൂരിൽ നിന്നാണ്. ഇതാണെന്നുണ്ടെങ്കിൽ മച്ചാൻ്റെ പേര് ഞാൻ പറഞ്ഞു, വിവാങ് ബ്രോ ആണ്. ബ്രോയും രാജസ്ഥാനാണ്. ഇതാണ് നമ്മുടെ സർദാർ ബ്രോയാണ്. ആളും നമ്മുടെ രാജസ്ഥാനിൽ നിന്നുണ്ട്. അപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള കൂട്ടുകാരായിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കാര്യങ്ങൾ, ബട്ടർ ചിക്കന് കാര്യങ്ങൾ, അടുത്ത ഫുഡ്. അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലം വാഗാ ബീച്ചാണ്. ഗോവയിൽ തന്നെ ഏറ്റവും പാർട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. വാഗാ ബീച്ച്. വാഗാ ബീച്ചിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അവിടെ ചെന്ന് നോക്കാം. പോകുന്ന വഴിക്ക് എനിക്ക് ഈ ചേട്ടനെ കിട്ടി. ഈ ചേട്ടനാണ് എനിക്ക് വാഗാ ബീച്ചിലേക്കുള്ള വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതും കാര്യങ്ങളും. ഇങ്ങനെ ലിഫ്റ്റ് അടിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഈ പോകുന്ന വഴികളിൽ കൂടുതൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഓരോ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ കണ്ടോ ഗൈസ്, ഇതിനകത്തൊക്കെ തുണികളൊക്കെ കണ്ടോ. ഓരോ സൈഡിലും റെസ്റ്റോറൻറ്റുകൾ കണ്ടോ. ഒരു ഫ്യൂഷൻ റെസ്റ്റോ ബാർ സെറ്റപ്പ്
അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉള്ളത്. ഇന്ന് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തുന്നതിൻ്റെ തെളിവാണ്. തണുത്ത കാറ്റടിക്കുന്നുണ്ട് നല്ലോണം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുളം കാര്യങ്ങൾ, ഇവിടെ അത്യാവശ്യം ട്രാക്ടറും കാര്യങ്ങളും, നല്ല വലിയ വണ്ടികളും, ടൂർ വരുന്ന വണ്ടികളും കാര്യങ്ങളും, സുൽത്താൻ കാര്യങ്ങൾ, കർണാടക വണ്ടികൾ കാര്യങ്ങൾ, അങ്ങനെ വെർച്വൽ തീം പാർക്കുകൾ കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഇച്ചിരി ഇതായിട്ടുള്ള ഗോവയെ കൂടെയാണ് നമ്മൾ നോക്കുന്നുണ്ടിരിക്കുന്നത്. ഒന്ന് വഴിക്കതേ ഗാരേജ് കഫേ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല നാടൻ വൈബുകൾ അല്ലാതെ ഉള്ള വൈബുള്ള ബസ്സുകൾ കാര്യങ്ങൾ, കയാക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും.